അല്ലേ? ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നിങ്ങളൊക്കെ എന്നെ മിസ് ചെയ്തു, ഞാനും നിങ്ങളെ മിസ് ചെയ്തു. അപ്പം വന്ന് എല്ലാവരോടും ഹലോ പറയാമെന്ന് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് തിരക്കിലായിരുന്നു. ഞങ്ങൾ ഷിഫ്റ്റൊക്കെ ചെയ്തു ന്യൂ വീട്ടിലേക്ക്, വാങ്ങിച്ച വീട്ടിലേക്ക് റെൻ്റിലെ വീട്ടിലേക്ക്. സോ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അൺപാക്കിങ്, ക്ലീനിങ്, അതെ, ഭയങ്കര ക്ലീനിങ് ഒക്കെയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ തിരക്ക്, രണ്ടുപേരുടെയും മുട്ടുകാല് എല്ലാം പോയിട്ടുണ്ട്. ഹലോ ചേച്ചി, ഹൗ ആർ യു? ഹൗ ആർ യു? ഹൗ ആർ യു? ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ് വീട്? വീട് ഇവിടെ തന്നെയുണ്ട്. കടവന്തര തന്നെയാണ്. യെസ് 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 യെസ്. പിന്നെ സുഖമല്ലേ? സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? മീ ആൻഡ് തിങ്കൽ തോട്ട് ഓഫ് സെയിങ് ഹലോ. കുറേ ദിവസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്, വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പം ലവ് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം ബിലേറ്റഡ് ആയില്ലേ? ഹാപ്പി ഓണം. സാരില്ല, ഹോ ഏത് ഫെസ്റ്റിവൽ വന്നാലും ഒരു വീക്ക് എല്ലാവരും നടക്കും. ഉണ്ണി 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 വേഗം വാ. എന്താ പണിന്ന് തോന്നുന്നു, അടു ഒടിഞ്ഞു. പണി ചോദിക്കരുത്. ഓരോ മുറികളും എല്ലാ സ്ഥലങ്ങളും നമ്മൾ അരിച്ചൊരിച്ചൊരിച്ച് ഡെറ്റോളൊക്കെ വെച്ച് നമ്മൾ കഴുകി അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം പ്ലേസ് ചെയ്യാൻ. യെസ്, സുഖാണ് മുത്തേ, സുഖാണ്. കൊറേ പരിപാടി ഒരു 10 ദിവസം ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഫൈനലി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഫൈനലി സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് തുടങ്ങി. ഫൈനലി സാധനങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ഒന്ന് നമ്മൾ അടിമുളി വിചാരിച്ച് ഒരു ലൈവിൽ വന്നിട്ട് ഒരു ഹായ് പറയാം. എനിക്കിപ്പോഴും പുറത്തു പോകണം, അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു ഹായ് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. ഉണ്ണി വേഗം കാണാട്ടാ. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ. ഡിമ്പിളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ബൈ ബൈ. തിങ്കൾ ചേച്ചി സുന്ദരി ആയിട്ടുണ്ട്. പിന്നെ സുന്ദരി അല്ലേ തിങ്കൾ ചേച്ചി? ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഒരു ഹായ് പ്ലീസ്. ദേവാന സുഖാണ്. തിങ്കൾ ചേച്ചിക്ക് സുഖമായിട്ടിരിക്കും. തിങ്കൾ ചേച്ചി എപ്പോഴും ബിസിയാണ്. തിങ്കളിന് ഡ്രൈവിംഗ് അറിയാവുന്നുണ്ട്. പാവം പുറത്തെ പണിയെല്ലാം അവളാണ് ചെയ്യുന്നത്, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇപ്പോൾ എവിടെയാണ് ചേച്ചി? ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ്. ഞാൻ ക്ലീനിങ് ഒക്കെ ഇന്ന് ഫുൾ ദിവസം ചെയ്ത് കുളിച്ചിട്ട് ഞാനോർത്ത് ഐ ജസ്റ്റ് തോട്ട് ഓഫ് കമ്മിങ് ആൻഡ് സെയിങ് ഹലോ ടു എവ്രി വൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? നിങ്ങൾ കണ്ടോ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ? കണ്ടോ നിങ്ങൾ? എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വാട്ട്സ് എ പ്ലാൻ ടുഡേ? നൗ ഇപ്പം താഴത്തെ ക്ലീനിങ്ങും കിച്ചണത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി ഡ്രസ്സുകളെല്ലാം മടക്കി വെക്കണം. I love you. I love you too. I love you too. ഒരു ഹായ് തരുമോ ചേച്ചി? ഒരു ഹായ് തരാമോ? മൻസ ഗേൾ. പിന്നെ മിസ് വെംപോയ ഹലോ. ഹലോ എവ്രി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ ഓണമൊക്കെ അടിപൊളിയായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല സദ്യ കഴിച്ചു, പായസം കഴിച്ചു, നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച്. നീ മുझे लगा कोई आया. ഹലോ ദേവ്. ഹലോ ദേവ്. വീട് നല്ല ബ്യൂട്ടിഫുൾ വീടാണ്. ഒരു പ്രീസ്റ്റിൻ്റെ വീടാണ്, ഫാദർ ജോർജ് വലിയ വീട്ടിൽ. വണ്ടർഫുൾ 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 പേഴ്സൺ. അവരുടെ വീട് വളരെ ബ്യൂട്ടിഫുൾ. നല്ല എൻവയൺമെൻ്റ് ആണ് ഇവിടെ, നല്ല കാറ്റൊക്കെ ഉണ്ട്. സുഖം, എല്ലാവർക്കും സുഖമാണ്. എൻ്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്യാമോ? നിക്കിത ആൻ്റണി. ഒരു നെയിം ഞാൻ മെൻഷൻ ചെയ്യാലോ? लव यू डिम्पू सबीरा ज्योत्सना. हिंदी में बात करो. हिंदी में अगर मैं बात करूँगी, मेरे इतने सारे लोग हैं, उन्हें बिल्कुल नहीं समझ आएगा कि मैं क्या बात कर रही हूँ. तो मैंने सोचा बिग फैन अलीटा मरियन Misbah. Oh, are you okay, baby? Are you okay, baby? Yes, I'm okay. It's very tired. കുറേ അങ്ങോട്ടും ഓടി നമുക്ക് ഓടുമ്പോഴത്തേക്കും യെസ് വി ഗെറ്റ് ടയർഡ്. അപ്പോൾ കുറച്ച് ടയർഡ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അല്ലാതെ കാര്യങ്ങളൊക്കെ ഓക്കെ ഐ എം ട്രൈങ് ടു. നിങ്ങളൊക്കെ ഉണ്ടല്ലോ. വെനെവർ ഐ ഗെറ്റ് ഡൗൺ ഞാൻ നിങ്ങളുടെയൊക്കെ മെസ്സേജസ് റീഡ് ചെയ്യും. മെസ്സേജസ് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ, ഐ ഗെറ്റ് എനർജൈസ്ഡ്, ഐ ഗെറ്റ് പംപ്ഡ് അപ്പ് എന്ന് പറയൂലേ. എൻ്റെ ഫുൾ എനർജി ഫുള്ളാകും നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ. സോ ഐ ഫീൽ ബെറ്റർ. ഐ ലവ് യു. ഹോപ്പ് യു ഓൾ ആർ ഓക്കെ. നിങ്ങളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. വീട്ടിൽ ഓണമൊക്കെ ആഘോഷിച്ചു. ഇനി എല്ലാവരും വർക്കിലേക്കൊക്കെ തിരിയുമായിരിക്കും. സ്കൂള്, കോളേജസ് പഠിക്കാനൊക്കെ ഉണ്ടാവും. ആൻഡ് ഹോം ടൂർ വേണം. ഇപ്പോഴല്ല, എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ. ഹലോ ഡിംപിൾ ചേച്ചി, ഹലോ ഹൗ ആർ യു? Hi Dimple Chichi, hi, I love you Mama, Cuckoo, hello, how are you? Always keep smiling. Hi Sonu, how are you? Chichi Kutti, please ende per parayamo. Hi honey, I love you Dimpu, be your big fan. Dimpu Sugano, hey Sugano, hey Dimpu, hello, how are you? Chichi njan duet അടിച്ചിട്ടുണ്ട് ട്ടോ, നോക്കണേ. ഓക്കെ AJ ഞാൻ നോക്കാലോ. Nelu Vijayan, Hindi or little Tamil टाइम, हिंदी और लिटिल टाइम. अच्छा, थोड़ा सा और हिंदी और थोड़ी सी देर और हिंदी में बात करूं. मतलब हिंदी में बात करूंगी तो सबको समझ नहीं आएगा, इसलिए थोड़ा सा बीच में बात करूंगी. उसके बाद हेलो निर्मल, हेलो निर्मल, हाउ आर यू? ही इज अ स्वीटहार्ट. വിൻസി, ക്രിസ്റ്റീന, സൗണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ മാറൂലേ. ശരിക്കും ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി സത്യം പറഞ്ഞാൽ. നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി, അത് കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. ബീച്ച് ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എത്തി, ഫുൾ ക്ലീനിങ് കാര്യങ്ങളും. അപ്പം ടയർഡായി, ഉറക്കം ശരിയാത്തൻ്റെ. കുറച്ചും കൂടെ ദിവസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ വീക്കൊക്കെ കഴിയുമ്പോൾ എല്ലാം സെറ്റാകും. And we will talk on different topics. നിങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ എന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമോ? Can you please share your awareness about this topic? അതെല്ലാം ഞാൻ ചെയ്യും. We'll talk about parenting, we'll talk about teenage, we'll talk about relationship issues, we'll talk about things which are among common people like us, അല്ലേ? നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ദർ ഇസ് സംതിങ് ഓൾസോ കമ്മിങ് അപ്പ്. നല്ല പ്ലാനുണ്ട്. ബിക്കോസ് ഞാനിങ്ങനെ ഐ വാസ് ജസ്റ്റ് ഒബ്സർവിങ് ആദ്യമേ മുതൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കമൻസും കോംപ്ലിമെൻറ്റ്സും വരുന്ന proud parents, the way they have brought us up, ഞങ്ങളെ വളർത്തിയ രീതി ആണ് ഞങ്ങളെ ഇന്ന് ഇങ്ങനെയൊരു സ്റ്റേജിലേക്ക് എത്തിച്ചത്. So I thought of sharing ഹൗ ഞങ്ങളെങ്ങനെയാണ് പപ്പയും മമ്മിയും ഞങ്ങളെ കുഞ്ഞിലെ മുതൽ ഞങ്ങൾ 3 പേരെ ഡിഫറെൻറ്റ് രീതിയിലാണ് വളർത്തിയത്. സോ വി വിൽ ബി ഷെയറിങ് അബൌട്ട് ദാറ്റ്, ഹൗ ദേ ഹാവ് വെരി ക്ലിയർലി ഒബ്സർവ്. ഞങ്ങൾ 3 പേരും ഡിഫറെൻ്റ് എന്നാണ് മനസ്സിലായിട്ട് ആ രീതിയിൽ ഞങ്ങളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവന്ന രീതികളൊക്കെ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യും. ഹോപ്പ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും. related children, parent and child relationship, child and parent relationship, and also early adult problems. നമുക്ക് വർക്ക് പ്രഷർ അല്ലെ റിയൽ ലൈഫ് പ്രഷർ, ലൈഫ് ഇഷ്യൂസ്, ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇറ്റ്സ് ഡിസ്റ്റർബ്സ് അസ് നമ്മുടെ ഡെയിലി റുട്ടീൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ നോർമൽ ലൈഫ് ഒരു വേയിൽ പോയിക്കൊണ്ടിരിക്കണം, പ്രോബ്ലം ഒരു സൈഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം. വി ഷുഡ് നോട്ട് സ്റ്റോപ്പ് ലിവിങ് അവർ ലൈഫ് നോ മാറ്റർ വാട്ട്. So these things I'll be coming up and sharing it with you. ഇത് ജസ്റ്റ് ഒരു ക്വിക്ക്ലി നിങ്ങളോടൊരു ഹായ് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. Dimbu, why can't you change your hairstyle? I'm changing ഈ ഹെയർ വെച്ചിട്ട് ഒത്തിരി I don't do lot of experiment. കാരണം സ്പ്രേ ഇതൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇറ്റ് ഡാമേജസ്. അപ്പം ഞാൻ വളരെ നാച്ചുറലി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. പ്ലീസ് എൻ്റെ നെയിം എടുക്കാമോ? അക്സ, ഹലോ അക്സ.
ഹൗ ആർ യു? പ്ലീസ് ഡോണ്ട് കോൾ മീ മാം. എന്നെ മാം എന്ന് വിളിക്കരുത് കേട്ടോ. ഡിംപുന്നു, ഡിംപു, ഡിംപി, ഡിംപിൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ മാം എന്ന് വിളിക്കരുത്. മാം ഉള്ള ലുക്കൊന്നും ആയിട്ടില്ല എനിക്ക്. ഡിംപിൾസ് മാവറിക് ഗായ്, മിസ് യു, ലവ് യു ചേച്ചി ഈവൻ മോർ. നിങ്ങൾ ഡിഡ് യു സീ നിങ്ങളെല്ലാവരും ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം കണ്ടോ? ഇനി വരാൻ പോകുന്നുണ്ട് സ്റ്റാർട്ട് മ്യൂസിക് എന്ന പ്രോഗ്രാമും വരാൻ പോകുന്നുണ്ട്. അതിനകത്തും നിങ്ങളെല്ലാവരും കാണണം. കുറേ ഞങ്ങൾ ഫൺ മസ്തി ചെയ്തു. നല്ല രസമായിരുന്നു ഈ പ്രാവശ്യത്തെ യുനോ ദിസ് ആ പ്രോഗ്രാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡെഫിനറ്റ്ലി പാട്ടറിയാത്ത കുറേ പേരൊക്കെ കൂടിയിട്ട് വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ. നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് വെരി പോസിറ്റീവ് എൻവയൺമെൻറ്റ് എല്ലായിടത്തും. അപ്പം പിന്നെ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പം പോയപ്പോൾ ഭാഗ്യ ചേച്ചി വാസ് സോ സ്വീറ്റ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭാഗ്യ ചേച്ചി വാസ് സോ സ്വീറ്റ്. ബി ഹൗസിലാണെങ്കിലും ചേച്ചിയാണ് ഏറ്റവും ആദ്യം എഴുന്നേറ്റുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ റുട്ടീനാണ്. ചേച്ചി 4:30-5 മണിക്ക് ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. ആൻഡ് ഷീ ഡസ് ഓൾ കിച്ചൺ വർക്ക് ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യും. അപ്പം ഈ വീട്ടിലും അതേ റുട്ടീനാണ്. ഞങ്ങളൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. എന്നാൽ പോലും ലൈക്ക് 11:30 ആയി. ഓക്കെ, രാത്രി 11:30. എന്നാൽ പോലും ചേച്ചി വെയിറ്റ് ചെയ്തു. പാവം കണ്ണ് കാണുമ്പോഴേ അറിയായിരുന്നു ഉറക്കത്തിലും ക്ഷീണത്തിലാണ്. ബിക്കോസ് ചേച്ചി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് അവർ മദർ ഇൻ ലോ ആൻഡ് സിസ്റ്റർ ഇൻ ലോ. അപ്പം രാവിലെ എഴുന്നേക്കും, പിന്നെ രാത്രി വീട്ടിലേക്ക് എത്തുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര ടച്ചായിരുന്നു. ചേച്ചിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ചേച്ചീനെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ ഓൺ ദ വേയിലായിരുന്നപ്പോൾ തന്നെ നോ ബി ആരെയും വന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ദാറ്റ് വാസ് സോ സ്വീറ്റ്. ഞങ്ങൾക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു അവിടെ. നിയർലി ഭാഗ്യ ചേച്ചിയുടെ അടുത്ത് നിന്ന് തിരിച്ച് ഞങ്ങൾ സ്റ്റേയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമായിട്ടുണ്ടായി. എന്നാൽ പോലും അത്ര നേരം വരെ അവർ വെയിറ്റ് ചെയ്തു. അവരെ കണ്ടു. ഞാൻ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായി. ദാറ്റ് വാസ് വെരി സ്വീറ്റ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മോർ ദാൻ 2 hours വെയിറ്റ് ചെയ്ത് കണ്ട് ഞങ്ങൾ കുറേ നേരം കളിച്ച് ചിരിച്ച്. ആര്യ ഈസ് വെരി സ്വീറ്റ്, ഒരു ക്യൂട്ട് കുട്ടിയാണ്. അവർ രണ്ടുപേരെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. രണ്ടുപേരും ഭയങ്കര ക്യൂട്ട് കപ്പിളാണ്. അവരെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ എല്ലാവരെയും അവിടെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, അപ്പോൾ രാത്രിയൊക്കെ ആയി. നെക്സ്റ്റ് ഡേ രാവിലെ മുതൽ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായി. അവിടുന്ന് തന്നെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി, രാത്രിയായി. അപ്പോൾ തന്നെ വേഗം ഞാൻ എറണാകുളത്തേക്ക് വന്നു. ബിക്കോസ് ഇവിടെ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ടയറിങ് ത്രൂ ഔട്ട്. ഭയങ്കര എൻജോയ് ചെയ്താണ് ഞങ്ങൾ ചെയ്തത്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? സ്മൈൽ. സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല. ഐ ബിലീവ് ദാറ്റ് no matter whatever happens, never stop smiling. Okay ചേച്ചി, ബൈ, പഠിക്കട്ടെ. വെരി ഗുഡ്. ഹായ് അഭിനന്ദ, ഹായ്, ഹൗ ആർ യു? ഹായ് പറയാവോ? മലയാളം മതി. യെസ് ഡിംപു, ലവ് യു ഡിയർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ഓണം. എൻ്റെ നെയിം പറയാമോ? PC. പിന്നെ എന്തൊക്കെയാണ്? ഹായ് പറയുന്നുണ്ട്. പ്ലീസ്. ഹലോ ചേച്ചി. സ്റ്റാർ മ്യൂസിക്കിൽ ചേച്ചിയെ കാണാൻ വെയിറ്റ് ചെയ്യണേ. നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല രസമായിരുന്നു. നിങ്ങളൊക്കെ വാച്ച് ചെയ്യണം. ആൻഡ് ഐ എം ഷുവർ യു ഗോയിങ് ടു എൻജോയ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് യു വിൽ ഗോയിങ് ടു എൻജോയ് എവ്രി വൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ യു ഷുഡ് നോട്ട് മിസ് ഇറ്റ്. ഹലോ പ്ലീസ്. ഹലോ. ഇല്ല, അറിയില്ല. എനിക്ക് BTS അറിയില്ലടോ. തിങ്കൾ വെപ്പാണ് BTS. സിനിമയിൽ കാണാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ എന്നെ കളിയാക്കി തരണോ? എത്ര നല്ല കുട്ടികൾ ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഐ സെഡ്, ആക്ടിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്കങ്ങനെ തോന്നുന്നു. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സോ റൈറ്റ് നോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ല. ആ ടാസ്ക് ഒക്കെ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തെന്ന് എനിക്ക് മാത്രം അറിയാം. ഓക്കെ. പിന്നെ ഹലോ ഡിംപിൾ ചേച്ചി. ഹലോ. Hope you're fine. Yes, which is your favorite series?
എനിക്ക് മണി ഹൈസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ലോട്ട് ഓഫ് നെക്സ്റ്റ് എന്തായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ടിരുന്നു. ആൻഡ് ഐ റിയലി ലൈക്ക് അവരുടെ ആ ഡിറക്ഷനും ദ ഹോൾ ഓവറോൾ ദ പ്രൊഡക്ഷൻ എവറിഥിങ് കില്ലർ. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ സമയം കിട്ടില്ല. എൻ്റെ ഒരു സ്വഭാവമുണ്ട്, സീരീസ് കാണാനിരുന്നാൽ അത് തീർന്നിടം വരെ ഞാൻ കാണും. ആൻഡ് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് എല്ലാ സീരീസും ഒന്നിച്ച് എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ഞാൻ കാണാറില്ല. ഹലോ 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 പിന്നെ എന്തൊക്കെയാണ് വിശേഷം? Can you please say one hi to my daughter? Yes, I love you. Hello Vaiga, I love you. Vaiga Gutti, I love you so much. കണ്ടു, your costume was അടിപൊളി. Thank you so much. ഓണവില് കണ്ടോ നിങ്ങളല്ലേ? അത് ഞാൻ പെട്ടെന്ന് ആക്കിയതായിരുന്നു, ലൈക്ക് ജസ്റ്റ് ഇൻ വൺ ഡേ പോലും ഫുൾ എടുത്തില്ല. എൻ്റെ ആൻറ്റി, എൻ്റെ മമ്മിയുടെ അനിയത്തി ജയമമ്മി എന്നല്ല, ഞാൻ മമ്മി തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ മമ്മീനെ കുഞ്ഞിലെ മുതൽ മമ്മിയുടെ അനിയത്തിനെ മമ്മി എന്നാണ് വിളിക്കല്. അപ്പം മമ്മി പെട്ടെന്നാണ് ജസ്റ്റ് ഹാഫ് ഡേ കൊണ്ട് എനിക്ക് ആ സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് തന്നത്. അവരെന്നെ രക്ഷപ്പെടുത്തി. അപ്പം ആ ക്രെഡിറ്റ് ഗോസ് ടു ജയമമ്മി. എൻ്റെ പേര് പറയാമോ? ചട്ടമ്പി കല്യാണി. ഹലോ ചട്ടമ്പി കല്യാണി ചേച്ചി ഒരു ഹായ് തരാമോ പ്ലീസ്? ഹലോ ഹായ് പറയാമോ? ബേബി ഡോൾ ചേച്ചിയുടെ ഹെയർ കെയർ റുട്ടീൻ. എൻ്റെ ഹെയർ കെയർ റുട്ടീൻ വളരെ സിമ്പിളാണ്. എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. ഫസ്റ്റ് ഓയിലിംഗ്. എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫുൾ ഒരു 60ഓളം പച്ച മെഡിസിൻസ് ഒക്കെ ആയിട്ട് നീലാംബ്രി, മുയൽ ചെവിയൻ, പിന്നെ അങ്ങനെ ബ്രഹ്മി, അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഇട്ട് കോക്കനട്ട് ഓയിൽ, പ്യുവർ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് 15 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ആ ഓയിലാണ് ഞാൻ കണ്ടിന്യൂസ്ലി 2015 മുതൽ യൂസ് ചെയ്യുന്നത്. സോ വീക്ക്ലി ത്രൈസ് ഓയിലിംഗ്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ത്രൈസ് നമ്മൾ ഓയിൽ ചെയ്യുമ്പോൾ വീക്ക്ലി ത്രൈസ് ഞാൻ ഷാംപൂ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒരിക്കലും ടവൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാറില്ല. ജസ്റ്റ് ടവൽ വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കും. സോ നെവർ റബ് മൈ ഹെയർ. ഐ ഡോണ്ട് യൂസ് കോം. ഞാൻ ഈ ഫിംഗർ വെച്ചിട്ടാണ് ഇങ്ങനെ മുടി പയ്യെ കോം ചെയ്തെടുക്കുന്നത്. അത് ഒരു 70% ഡ്രൈ ആയി കഴിയുമ്പം വാട്ട് എൽസ് ഐ ഡു? പിന്നെ സോഡിയം സൾഫേറ്റ് ആൻഡ് പാരബൻ ഇല്ലാത്ത ഷാംപൂ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കിയാൽ എൻ്റെ പേജിൽ തന്നെ വെബ്സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മമ്മി ഉണ്ടാക്കുന്ന ഞങ്ങൾ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. ഓയിൽ വാങ്ങിക്കണമെന്നില്ല, എന്നാൽ പോലും ദർ ഇസ് എ പ്രൊസീജിയർ ഓഫ് ഹെയർ റുട്ടീൻ, ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഹെയർ. നിങ്ങളത് പോയി വായിക്കുക സ്ലോലി, ആൻഡ് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു അ ലോട്ട്. നമ്മൾ റൈറ്റ് ഷാംപൂ തന്നെ ഉപയോഗിച്ചാൽ നമ്മുടെ കുറേ ഹെയർ ഇച്ചിങ്, ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഹെയർ തിന്നിങ്, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. യെസ്. ഹലോ തിരുവനന്തപുരം പോയിട്ട് MK ഹോമിൽ പോയില്ലേ? അതാണ് നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ, അയ്യോ ഞാൻ MKനെ കണ്ടില്ല. വേറെ ഒന്നുമല്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പം MK പറഞ്ഞിട്ടുണ്ടായി മമ്മിയും പപ്പായിക്ക് സുഖമുണ്ടായിരുന്നില്ല, അവർ റിക്കവറി സ്റ്റേജിലാണ്. അപ്പം കുറച്ചും കൂടെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് MKക്ക് ചെസ്റ്റ് പെയിൻ ആണ്. അപ്പം ഈ പ്രാവശ്യമല്ല, അടുത്ത പ്രാവശ്യം കാണാമെന്ന് എനിക്ക് മെസ്സേജ് ായി. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. യെസ്, ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ നമ്മളെ പോലെയല്ല, ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പം ഞാൻ അവിടെ പോകുമ്പം ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ ദ ഹെൽത്ത്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. യെസ്, അതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. എന്നാലും പിന്നെ നമ്മൾ അത് ശരിയല്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് അവർ എൽഡർ വൺസ്. ഞാൻ ഫോൺ വിളിച്ച അമ്മേനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായി. അവർ റിക്കവേർഡ് ആണ്. നൗ ബട്ട് ദേ ആർ ടേക്കിംഗ് റെസ്റ്റ്. സോ MK ഡിസൈഡഡ് വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. പിന്നെ ഐ ലവ് യു ടു. ഹലോ
ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ. ഓക്കെ, ഐ ലൈക്ക് യു ഹെയർ, താങ്ക് യു സോ മച്ച്. ഒരു ഹായ് പറയാമോ പ്ലീസ്? ഞാൻ എത്ര പ്രാവശ്യം ഹായ് പറഞ്ഞു ഇനി പറയൂല. ഓക്കെ, സോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. യെസ്, ഓണവില്ല് നിങ്ങൾ കണ്ടു. ഇനി സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരുന്ന പ്രോഗ്രാം നിങ്ങൾ കാണണം. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജിൻ്റെ റിപ്ലൈൻ്റെ ഞാൻ തരും. കുറച്ച് എനിക്ക് സമയം തന്നെ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഞാൻ പിന്നെ നോക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു റിപ്ലൈ. പ്ലീസ് ഡു നോട്ട് ഫീൽ ബാഡ്. ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഡു നോട്ട് ഫീൽ ബാഡ്. യു നോ ദാറ്റ് ഐ വിൽ റിപ്ലൈ യു. ഓക്കെ, ഞാൻ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ആൻഡ് ഐ ലവ് യു സോ മച്ച് ഫോർ ദെയർ ബീങ് വിത്ത് മീ. എപ്പോഴും നിങ്ങൾ എത്ര ദൂരെ ആയാലും ഐ ഓൾവേസ് ഫീൽ ദാറ്റ് യു ആർ ക്ലോസർ ടു മീ. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലും നിങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു മെസ്സേജസ് ഉണ്ടല്ലോ, ഇറ്റ് മേക്സ് മീ ഫീൽ ഷിവർ ലിറ്ററലി ദാറ്റ് ഇത്ര ദൂരെ ആയിട്ടും ഐ ഫീൽ ദാറ്റ് യു ആർ സോ ക്ലോസർ ടു മൈ ഹാർട്ട്. അല്ലെ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചേച്ചി, ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് ചേച്ചി, വിഷമിക്കരുതെന്ന് പറയുമ്പോൾ ഐ റിയലി ഫീൽ ഇറ്റ് ദാറ്റ് യു ആർ ബിസൈഡ് മീ. ആൻഡ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയുക എനർജൈസ് ചെയ്യുന്നത്. ആൻഡ് ഐ ലവ് യു ഫോർ ഓൾവേസ് ബീയിങ് വിത്ത് മീ. യു ആർ മൈ ഫാമിലി. ഓക്കെ, സോ ദാറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. I love you Bindu. I love you. മേക്കപ്പ് അല്ല, ഇത് ഫിൽറ്ററാ. നല്ല ഫിൽറ്റർ. കാരണം ഇവിടെ ഇരുട്ടായും കൊണ്ട് ലൈറ്റ് കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് ഫിൽറ്റർ ഇട്ടു. ഫിൽറ്ററിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഫേസൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി പ്ലീസ് ഒരു ഹായ് തരുമോ? അഗ്ന, ഡിംബു ചേച്ചി എന്താ മെസ്സേജ് അയച്ചിട്ട് വരാത്തെ? ഹലോ, ഹായ് പറയാമോ? ഹലോ. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, ഞാൻ പറഞ്ഞു. which is your favorite song? There are so many favorite songs, but हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. डिम्बू, hello. ഐ ലവ് യു സോ മച്ച്. ഇതാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് വന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഐ ലവ് യു. താങ്ക് യു ഫോർ ലവിങ് മീ ആൻഡ് വി വിൽ കീപ് ഇൻ ടച്ച്. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ, കുറച്ച് ഞാൻ ടയർഡാണ്. ടൈഡ് ലുക്ക് ഉണ്ട്, വോയിസ് ഒക്കെ ഇങ്ങനെയായി. ഹായ് പറയാമോ പ്ലീസ്? മണിക്കുട്ടി 996. ഞാൻ പിണങ്ങരുത്. നിങ്ങളിങ്ങനെ പിണങ്ങരുത്. ഞാനൊരു ഹായ് ആൻഡ് ഐ ലവ് യു പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ പെട്ടെന്ന് നെയിം പോകുമ്പം വായിക്കാനും കുറച്ച് പാടാണ്. ഐ ലവ് യു ഡെവിൾ ക്വീൻ. ഐ ലവ് യു ടു. എൻ്റെ നെയിം ഒന്ന് പറയാമോ? നിധി. ഹലോ. സോ ഓക്കെ, ബൈ. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. നിങ്ങൾ ഓർക്കരുത് ഡിംപു എവിടെ പോയി? കുറേ നാളായാലോ കണ്ടിട്ട്. ഐ ട്രൈ ഓൾവേസ് ടു കീപ് മൈ വേർഡ്. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ ഒക്കെ ഹലോ പറയും. And so I just came. Okay. ഡിംപു, ഒരു സോങ് പുതിയ എഡിറ്റ് ചെയ്യാനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സോങ് പറയാനാണോ? എന്നോടാണോ സോങ് ചോദിക്കുന്നത്? ഇപ്പോൾ അയക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. റെഗുലറായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മാത്രം ഞാൻ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് വിൽ ബി വെരി അൺഫെയർ. കാരണം ഇപ്പോഴും കുറേ കുട്ടികളുണ്ട്, അവർക്ക് ഒരു പ്രാവശ്യം പോലും റിപ്ലൈ പോയിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം അല്ല, അതിന് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങളെല്ലാവരും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. ഇഫ് ഐ ഡു നോട്ട് റിപ്ലൈ, ദാറ്റ് മീൻസ് ദാറ്റ് ഐ എം റിപ്ലൈങ് ടു പീപ്പിൾ. ഒരു പ്രാവശ്യം പോലും റിപ്ലൈ തരാത്ത ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സോ പ്ലീസ് യു ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. ആദ്യം നിങ്ങൾ പറയും അല്ലോ ഒരു ഹായ് തന്നാൽ മതി, ഞാനപ്പോൾ ഒരു ഹായ് ലവ് യു ഒക്കെ എഴുതും. അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്താ റിപ്ലൈ തരാത്തെ, ചേച്ചി എന്താ സുഖമാണോ? അപ്പം അങ്ങനത്തെ ഒരു ഭീഷണിപ്പെടുത്തൽ പാടില്ല. ഓക്കെ, സോ ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളും മനസ്സിലാക്കണം. ദർ ആർ മോർ പീപ്പിൾ, അവരെയും ഞാൻ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. ഓക്കെ, സോ ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് എല്ലാവരും മിസ് ചെയ്യുന്നു. അപ്പു വേഗം വരട്ടെ. അപ്പം അപ്പു, നയനായി, ഞാനും തിങ്കളും എല്ലാവരും കൂടെ ഒന്നിച്ച് നിങ്ങളോടൊക്കെ ഒരു ചിറ്റ് ചാറ്റ് സെഷൻ ഉണ്ടാവും, ലൈവ് ചിറ്റ് ചാറ്റ് സെഷൻ. ആൻഡ് വി വിൽ ഹാവ് ലോട്ട് ഓഫ് ഫൺ. ഓക്കെ,
അതുവരെ ഞങ്ങൾ വീടിൻ്റെ ക്ലീനിങ്ങും വീടിങ് ഷിഫ്റ്റിങ്ങും വീടെല്ലാം അടിപൊളിയാക്കട്ടെ. ആൻഡ് keep watching me. There is new topic coming. യൂട്യൂബിൽ നല്ല ഒരു ന്യൂ ടോപ്പിക് വരുന്നുണ്ട്. So I love you. Bye.